പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയുടെ വായിൽ നിന്ന് തന്നെ വേദ ഉത്സവത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കമലാമ്മ അറിയുന്നു. അതുകൊണ്ട് തന്നെ കമലാമ്മ പൊട്ടിത്തെറിക്കുകയാണ്. വേദ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമല്ല, പിന്നെ എന്തിനാണ് ഈ ഉത്സവത്തിന് അവളെ ക്ഷണിച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എന്നോടൊപ്പം ആരെങ്കിലും വരുന്നുണ്ടോ? എടാ വിശ്വ, നീയെങ്കിലും വാ, ഞാൻ ചെന്ന് അവരോട് ചോദിക്കട്ടെ എന്തിനാണ് അവളെ ക്ഷണിച്ചത് എന്നുള്ള വിവരം. എനിക്കത് ഇപ്പോൾ തന്നെ അറിയണമെന്ന് പറഞ്ഞ് കമലാമ്മ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ വിശ്വം മടിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് കമലാമ്മ പറയുന്നുണ്ട്, ഓഹോ, നിനക്ക് മടിയായിരിക്കും എന്നോടൊപ്പം വരാൻ, ആരും വരണ്ട, ഞാൻ തനിയെ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ വിശ്വം പിറകെ ഓടുന്നുണ്ട്. ഇത് കണ്ട് വിനയൻ നന്ദിനിയോട് പറയുന്നുണ്ട്, നന്ദിനി, നിനക്ക് സമാധാനമായല്ലോ. അമ്മയുടെ സ്വസ്ഥത കെടുത്തിയപ്പോൾ നിനക്ക് കുടുംബം കലക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമല്ലേ, നീ സന്തോഷിക്ക് എന്ന് പറഞ്ഞ് വിനയനും പിറകെ ഓടുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ കമലാമ്മ തിരിഞ്ഞു നോക്കുന്നില്ല. കമലാമ്മ അമ്പലത്തിലെത്തിയതും അവിടെയുള്ളവരോടെല്ലാം ദേഷ്യപ്പെടുവാണ്. ഉത്സവത്തിന് വേദയെ എന്തിനു ക്ഷണിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. പക്ഷേ കമലാമ്മ അവിടെ എത്തിയത് അവിടെയുള്ളവർക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവിടെ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്നതാണ്. നിങ്ങൾ വിധവയായ സ്ത്രീയല്ലേ, എന്തിനിങ്ങോട്ടേക്ക് വന്നു എന്നാണ് ചോദിക്കുന്നത്. ഇത് കമലാമ്മയെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. കമലാമ്മ കരയുന്നുണ്ട്. ഇത് കണ്ട് വിശ്വത്തിന് സഹിക്കുന്നില്ല. വിശ്വം അവരോട് പറയുന്നുണ്ട്, നിങ്ങളും ഒരു സ്ത്രീകളല്ലേ, എന്തിനാണ് അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് അമ്പലത്തിലേക്ക് വരാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ എൻ്റെ അമ്മയെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിശ്വവും ശ്രീജയും നന്ദിനിയൊക്കെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ പിറകെ ഓടുകയാണ്. പുറത്തിറങ്ങിയതും വിനയൻ പറയുന്നുണ്ട്, അമ്മേ, ഇതുകൊണ്ടാണ് അമ്മയോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കമലാമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല. കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും വേദയും വിക്രമും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറച്ച് ദൂരെ നിന്നുകൊണ്ട് തന്നെ വിക്രം കമലാമ്മയും ശ്രീജയും വിനയനും ഒക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ വേദയോട് പറയുന്നുണ്ട്, വേദേ, ദേ അമ്മയും ചേട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ട്. അമ്മ വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചത്. പക്ഷേ നിങ്ങൾക്കാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത്. ഇനി എന്തായാലും വരാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ്. വേദ കമലാമ്മയെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. എന്നാൽ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ കരയുകയാണെന്നുള്ള വിവരം. ഉടനെ തന്നെ വിക്രമിനോട് പറയുന്നുണ്ട്, അല്ല വിക്രം, എന്തിനാ അമ്മ കരയുന്നത്? നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം അപ്പോഴാണ് അമ്മയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേദയും വിക്രമും കമലാമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വിക്രമിൻ്റെ ഫ്രണ്ട്സ് വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, അമ്മ കരയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനി എന്ത് ചെയ്യും? ഉടനെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ അമ്മ കരയുന്നത്? എനിക്കറിയണം, പറ എന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അത് അമ്പലത്തിലേക്ക് അമ്മ വന്ന സമയം അമ്മയെ അവിടെ നിന്നവരെല്ലാവരും കൂടി അമ്മയെ അപമാനിച്ചു, പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവർ വിശദീകരിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേദയ്ക്കും വിക്രമിനും ദേഷ്യം വരുന്നുണ്ട്. വിക്രം, നീ എന്താ മിഴിച്ചു നിൽക്കുന്നത്? നിന്റെ അമ്മയല്ലേ കരയുന്നത്? എന്താണെന്ന് എല്ലാവരോടും ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ വിളിച്ചുകൊണ്ട് വേദ പെട്ടെന്ന് കമലാമ്മയുടെ അടുത്തെത്തുന്നുണ്ട്. ചെന്നതും വേദ പെട്ടെന്ന് അമ്മയുടെ കൈകളിൽ പിടിക്കുന്നുണ്ട്. വിക്രം മറ്റേ കൈയിലും പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അമ്മയോട് പറയുന്നുണ്ട്, അമ്മ വാ, ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയും കൊണ്ട് അമ്പലത്തിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. വേദ അവിടെ നിന്ന് സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അമ്മയോട് മര്യാദയില്ലാതെ സംസാരിച്ചത്? നിങ്ങളും സ്ത്രീകളല്ലേ, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഈ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇവിടെയുള്ളതും ഒരു ദേവി തന്നെയല്ലേ, അവരും ഒരു സ്ത്രീ തന്നെയല്ലേ. നിങ്ങൾക്കാർക്കെങ്കിലുമാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ എത്രമാത്രം വിഷമിക്കും? ഇവരുടെ വിഷമം എന്താ നിങ്ങൾ കാണാത്തത്? ഈ ഉത്സവത്തിൽ ഞങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഞങ്ങളുടെ അമ്മയും ഈ അമ്പലത്തിൽ കയറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം പറഞ്ഞുകൊണ്ട് വേദയും വിക്രമും ഒരുമിച്ച് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്.
വേദയുടെയും വിക്രമിൻ്റെയും വാക്കുകൾ കേട്ട് അവിടെ നിന്നവരെല്ലാം പിന്നീട് കമലാമ്മയോട് ക്ഷമ ചോദിക്കുന്നു. കമലാമ്മയ്ക്ക് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വേദയും വിക്രമും കമലാമ്മയുടെ കൈകൾ പിടിച്ച് അമ്പലത്തിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കമലാമ്മ വേദയോട് നന്ദി പറയുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി അവരോടെല്ലാം ഇങ്ങനെ സംസാരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, അതിന് നന്ദിയും ഉണ്ട്. പക്ഷേ അത് പറഞ്ഞ് നീ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു എന്ന് കരുതരുത്. നിനക്ക് എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ ഒന്നും ചെയ്തതല്ല, ഇതെല്ലാം എൻ്റെ കടമയാണെന്ന് തന്നെയാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നത്.